Hi friends, Domino Physics മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാളെ എക്സാം എഴുതാൻ പോവാണ്. ഇത് കുറച്ച് സമയങ്ങളുടെ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു അവസാന നിമിഷം ഒന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകേണ്ട, അല്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു 20 ടോപ്പിക്കുകൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ 20 ടോപ്പിക്കുകൾ പഠിച്ചിട്ടല്ലാണ്ട് എക്സാമിന് പോവുകയും ചെയ്യരുത്. 20 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ്. അതായത് നമ്മുടെ 1 മാർക്കിനോ 2 മാർക്കിനോ മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളല്ല, 3-4 മാർക്കുകൾക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ടോപ്പിക്കുകൾ, മൊത്തം ചാപ്റ്ററിൽ നിന്നുള്ള 20 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 20 ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ ഈ 20 ടോപ്പിക്കുകളിൽ നിന്ന് മാത്രം തന്നെ നമുക്കൊരു 35 മാർക്ക്, അല്ലെങ്കിൽ 35-40 മാർക്ക്, 60 മാർക്കിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള മാർക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചിട്ടല്ലാണ്ട് എക്സാമിന് പോവുകയേ ചെയ്യരുത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മിക്കവാറുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ചാനലിലൂടെ ചെയ്ത് തന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ഈ ചാനൽ ലാസ്റ്റ് നിമിഷത്തിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരമായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ നമ്മളിപ്പോൾ ഒരു കുറേ വീഡിയോസ് ചെയ്തു. ഇതിന് 5-ാമത്തെയോ 6-ാമത്തെയോ കണ്ട വീഡിയോ ആണ്. ഇനിയും വീഡിയോസ് ഉണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരും. നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ. അതായത് ഒരു ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 2 കേസാണ്. ആക്സിയൽ ലൈനുണ്ട്, ഇക്വിറ്റോറിയൽ ലൈനുണ്ട്. ഉറപ്പാണ് ഇതിലൊന്ന് എക്സാമിന് ചോദിച്ചിരിക്കും. അതിനകത്ത് സംശയമേ വേണ്ട. ഒന്നുകിൽ ഇക്വിറ്റോറിയൽ ലൈനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഏതായിരിക്കും ചോദിക്കുക, ആക്സിയൽ ലൈനായിരിക്കും ചോദിക്കുക. അതിൽ ഒരെണ്ണം എക്സാമിന് ഉറപ്പായിട്ടും കാണും. അതുകൊണ്ട് 2 പഠിച്ചുകൊണ്ട് പോയാൽ ഒരു 4 മാർക്ക് നമുക്കിങ്ങ് കിട്ടും. അടുത്തത് ഗോസസ് തിയറം ആണ്. രണ്ടാമത്തെ ടോപ്പിക് ഗോസസ് ലോ എന്താണെന്ന് കൃത്യമായി പഠിക്കണം. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ആണ് എന്ന് പറയുന്നത് 1/ε0q ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ, ഇൻഫൈനറ്റ്ലി ലോങ് ചാർജ് വയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, സ്പെറിക്കൽ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഈ 3 ഒരെണ്ണം ഉറപ്പായിട്ടും എക്സാമിന് കാണും. ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കാണും. അതിൽ ചാൻസ് കൂടുതൽ സ്പെറിക്കൽ ഷെല്ലാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ 1-2 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ അതിൻ്റെ കൂടെ പറയുന്നു. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് പോവുക. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പോലെ തന്നെയാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് പോവുക. മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫൈനൽ എക്സാമിനും കാണാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു ചെറിയ ഡെറിവേഷനാണ്, പഠിച്ചിട്ട് പോവുക. 3-ാമത്തെ ടോപ്പിക്ക്. 4-ാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് 2 ഡെറിവേഷൻസ് ആണ്. ചെറിയ ഡെറിവേഷൻസ് ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ചാക്കിയേ ഉള്ളൂ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനും അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ ഇക്വേഷനും ഡെറൈവ് ചെയ്യുന്നത്. 2 കൂടെ പഠിക്കാൻ ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുകൂടെ നോക്കിയിട്ട് പോവുക. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ്. 5-ാമത്തത് വീസ്റ്റേൺ ബ്രിഡ്ജ്, 6-ാമത്തത് മീറ്റർ ബ്രിഡ്ജ്, 7-ാമത്തത് പൊട്ടൻഷ്യോമീറ്റർ തന്നെ 2 കേസ് വരുന്നുണ്ട്. ആ 2 കേസും പഠിച്ചിട്ട് പോവുക. ഈ 3 നിന്ന് 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഉറപ്പാണ്, 100% ഷുവറാണ്. ഈ 3 നിന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് കിട്ടും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 8-ാമത്തത് ബയോട്ട് സാവർട്ട് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ്. ഒരു ഡൗട്ടും വേണ്ട, 100% ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടായിരിക്കും. എന്താണ് ബയോട്ട് സാവർട്ട് ലോ എന്ന് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഡെഫിനിഷൻ ചോദിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. ഒപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ്, കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ്, അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. 9-ാമത്തത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും പെട്ടെന്ന് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇതുപോലെ തന്നെ 100% ഷുവർറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് സ്ട്രേറ്റ് വയർ, സോളിനോയിഡ് ആൻഡ് ടോറോയിഡ്. ഓക്കെ, പഠിച്ചിട്ടല്ലാതെ പോകരുത്. അപ്പോൾ ഇതിനകത്ത് ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവിടുത്തെ കേസിൽ സ്പെറിക്കൽ ഷെല്ലാണ് ചോദിക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. അതെൻ്റെ ഒരു അഭിപ്രായമാണ്, ഉറപ്പൊന്നുമില്ല, ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഷുവർറ്റി പറയാത്തത്. ദെൻ സോളിനോയിഡ് ആണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യത കൂടിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, AC അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ കപ്പാസിറ്ററിനകത്ത് AC അപ്ലൈ ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ ഇൻഡക്ടറിനകത്ത് AC അപ്ലൈ ചെയ്യുന്ന കേസ്. അതിൻ്റെ ഫേസ് ഡയഗ്രാം, ഗ്രാഫ്, ആവറേജ് പവർ, അതുപോലെ കറണ്ട് ഇക്വേഷൻ അത് കൃത്യമായി പഠിച്ചിട്ട് പോവുക. അതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഈ ക്വസ്റ്റ്യനുകളെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിരിക്കും, മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും എന്തായിരിക്കും, ഡയറക്റ്റ് ആയിരിക്കും. ഈ പറയുന്ന ടോപ്പിക്കുകളിൽ പകുതി കൂടുതൽ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തതാണ്. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കാം. ചെയ്യാത്ത വീഡിയോസിൻ്റെത് നമ്മൾ ഉടനെ തന്നെ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ദെൻ മിറർ ഇക്വേഷൻ നമ്മൾ ഇന്ന് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കുകൾ 9, 10 11-ാമത്തെ ടോപ്പിക്ക് മിറർ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 12-ാമത്തെ ടോപ്പിക്ക് റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 13-ാമത്തത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ആൻഡ് ലെൻസ് ഇക്വേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 14-ാമത്തെ ടോപ്പിക്ക് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം
തൊട്ടടുത്ത വീഡിയോ അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഇത് രണ്ടും ഹൈഗൻസ് പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കണം. ദെൻ അതിൻ്റെ ബേസിൽ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം. 15ാമത്തെയും 16ാമത്തെയും ടോപ്പിക്ക്, ഇതിൻ്റെ 2 വീഡിയോയും ഉടനെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ പോളറൈസേഷൻ്റെ കാര്യങ്ങളൂടെ ചേർത്ത് പറഞ്ഞിരിക്കാം. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പോളറൈസേഷൻസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയില്ലാന്നേ ഉള്ളൂ. പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാലിസ് ലോ, അതുപോലെ ബ്രീസ്റ്റേഴ്സ് ലോ, ഇതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക, ഉറപ്പാണ് എക്സാമിന് ചോദിക്കും. ദെൻ 17ാമത്തെ ടോപ്പിക്ക് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% ഷുവർട്ടിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളോടും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു 35 മിനിറ്റോളം വരുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ സമയമുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരും, ലോജിക് ഗേറ്റ്സും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത്. ദെൻ അടുത്ത ടോപ്പിക്കാണ് 18ാമത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, 19ാമത്തത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. പ്രോബ്ലംസും ചോദിക്കും, ഡയറക്റ്റ് ആയിട്ട് ഡെറൈവ് ചെയ്യാനും ചോദിക്കും. ഡെറിവേഷൻ വളരെ സിമ്പിളാണ്, നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം, പ്രോബ്ലംസ് ഉൾപ്പെടെ. അപ്പോൾ 18ാമത്തെയും 19ാമത്തെയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ വരുന്ന ടോപ്പിക്കുകളായിരുന്നു. കാരണം എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തതും പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ 20ാമത്തെ ടോപ്പിക്ക് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ കൃത്യമായി പഠിച്ചിട്ട് പോവുക. ആ ബോർ ആറ്റം മോഡലിൽ നിന്ന് ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഇനി ഇത് കൂടാതെ ഞാനിപ്പോൾ ഡെറിവേഷൻ അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിക്കും. ആൽഫ ബീറ്റ ഗാമ ഡി ക്യുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. ന്യൂക്ലിയർ റിയാക്ടർ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ ആറ്റംസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, വർക്ക് ഫംഗ്ഷൻ, അതുപോലെ ത്രെഷോൾഡ് ഫ്രീക്വൻസി, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ്. വലിയ എസ്ഐ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ. അതായത് ഇവിടെ വീസ്റ്റം ബീജം, മീറ്റർ ബീജം, പൊട്ടൻഷ്യോമീറ്ററും പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും പഠിച്ചേ പറ്റൂ, ക്രിച്ചോഫ്സ് ലോസും പഠിച്ചേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിച്ചോഫ്സ് ലോ, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ ഡെറിവേഷൻസ് വരുന്ന അല്ലെങ്കിൽ വലിയ മാർക്കിന് ചോദിക്കുന്ന 3-4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത്. ഈ 20 ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ളതും കൂടെ ആകുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു 35-40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിക്കുക. ബാക്കിയുള്ള വീഡിയോസ് പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനിയും വീഡിയോസ് ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല, കാരണം ഇപ്പോൾ കുറേ വീഡിയോസായി. ഒരു ദിവസം തന്നെ 3 വീഡിയോസ് കൂടെ നോട്ടിഫിക്കേഷൻ വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചാനലൊന്ന് സെർച്ച് ചെയ്തേക്കുക. നിങ്ങൾ പഠിച്ച് ടെക്സ്റ്റൊക്കെ നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ പഠിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വെറുതെ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. ചാനലിൽ വീഡിയോസ് വന്നിട്ടുണ്ടാവും, ആ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട.